നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. 2023 പട്ടയ നിയമ ഭേദഗതി കേരളത്തെയാകെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. സെക്രട്ടേറിയറ്റ് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി വ്യാപാരികൾ. ഭൂനിയമ ഭേദഗതി ചട്ടരൂപീകരണം ജില്ലയിലെ വ്യാപാരികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ. കോൺഗ്രസും ചില മാധ്യമങ്ങളും വ്യാജ പ്രചാരണം നടത്തുന്നു. KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായ അടിമാലി സ്വദേശിയെയാണ് KSRTC MD സസ്പെൻഡ് ചെയ്തത്. അടിമാലി ചിത്തിരപെരുത്ത മണ്ണിടിച്ചിലുണ്ടായ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ ജോലികൾക്കിടെയാണ് മണ്ണിടിച്ചിലിൽ 2 തൊഴിലാളികൾ മരണപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. 2023 പട്ടയ നിയമ ഭേദഗതി കേരളത്തെയാകെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജു അപ്സര. എല്ലാ നിയമങ്ങളും പാലിച്ച് പട്ടയഭൂമിയിൽ കഴിഞ്ഞ 60 വർഷമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളാണ് വൻ പിഴയൊടുക്കി ക്രമവൽക്കേണ്ടി വരുന്നത് എന്ന് പലർക്കും അറിയില്ലെന്നും രാജു അപ്സര പറഞ്ഞു. കേരളത്തിൽ 1960-ലുണ്ടായ ഭൂപതിവ് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ള നിരവധി ചട്ടങ്ങൾ അനുസരിച്ച് പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമിയുടെ ഉടമകളെയും കൈവശക്കാരായിട്ടുള്ളവരെയും ഉൾപ്പെടെ വാണിജ്യ ആവശ്യത്തിന് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെയും വസ്തു ഉടമകളെയും ഗുരുതരമായി ബാധിക്കുമെന്നും കേരളത്തിലെ വാണിജ്യ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന പല പട്ടണങ്ങളും ഇത്തരം വിവിധ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് നിലനിൽക്കുന്നത്. ഇക്കാര്യങ്ങൾ അതിന്റെ ഉടമകൾക്ക് പോലും അറിയില്ല. ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം വളരെ സങ്കീർണമായ പ്രശ്നമായി മാറുമെന്നും രാജു അപ്സര പറഞ്ഞു. അതിലേക്ക് ഇടുക്കിയിലേക്ക് ഇവിടുന്ന് സന്നദ്ധരായ ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കണ്ടെത്തി ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യത്തിന് ഭൂമിയും കൈക്കാശും അതോടൊപ്പം തന്നെ പണിയായുധങ്ങളും കൊടുത്തു ഇടുക്കിയിലേക്ക് അയച്ചു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പ്രഖ്യാപിച്ചതെന്ന് അന്നത്തെ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് MJ ഷാജഹാൻ, സംസ്ഥാന സെക്രട്ടറി Y വിജയൻ, ഇടുക്കി ജില്ലാ ഭാരവാഹികളായ നജീബ് ഇല്ലത്തുപറമ്പിൽ, KR വിനോദ, R രമേശ്, PM ബേബി, BS ബിജു, തങ്കച്ചൻ കോട്ടയ്ക്കകം, ഷിബു M തോമസ, MK തോമസ്, CK ബാബുലാൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഭൂപതിവ ചട്ട ഭേദഗതിയിലെ വ്യവസ്ഥകൾ അടിയന്തരമായി പിൻവലിക്കണമെന്ന് UDF ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടയഭൂമിയിൽ എല്ലാ അനുമതികളും വാങ്ങി നിർമ്മിച്ച വീടും വ്യാപാര സ്ഥാപനങ്ങളും ക്രമവൽക്കരിക്കണമെന്ന് പറയുന്നത് നീതി നിഷേധവും അഴിമതിക്ക് വഴിയൊരുക്കുന്നതാണെന്നും നേതാക്കൾ ആരോപിച്ചു. കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുവാൻ പട്ടയത്തിന്റെ പകർപ്പ്, കരമടച്ച രസീത്, നിർമ്മാണത്തിന് അനുമതി ലഭിച്ചതിന്റെ രേഖകൾ തുടങ്ങി നിരവധി രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഇതിൽ ഏതെങ്കിലും രേഖകളുടെ അഭാവത്തിൽ അപേക്ഷ നിരസിക്കുമെന്ന് ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി ഭൂ ഉടമകളും കെട്ടിട ഉടമസ്ഥരും നെട്ടോട്ടമോടേണ്ടി വരും. നിർമ്മാണ നിരോധനം, പട്ടയ പ്രശ്നം സങ്കീർണമാക്കൽ, വനവിസ്തൃതി വർദ്ധിപ്പിക്കൽ, CHR പ്രശ്നം, ലൈഫ് ഭവന പദ്ധതിക്കുള്ള സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഉണ്ടായത്. കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമാണ്. പട്ടയത്തിന്റെ പകർപ്പ്, കരമടച്ച രസീത്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചതിന്റെ രേഖ തുടങ്ങി അനേക രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഇതിലെല്ലാ ഏതെങ്കിലും രേഖകളുടെ അഭാവത്തിൽ അപേക്ഷ നിരസിക്കുമെന്ന് ചട്ടത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുമ്പോൾ റവന്യൂ വകുപ്പ് ഇപ്പോൾ ആവശ്യപ്പെടുന്ന പല രേഖകളും സംഘടിപ്പിക്കാൻ ഉടമകൾ നെട്ടോട്ടം ഓടേണ്ട അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചട്ട ഭേദഗതിയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ UDF പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണെന്ന് നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, കൺവീനർ ബെന്നി തുണ്ടത്തിൽ, സെക്രട്ടറി VS യൂനിസ് എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഭൂനിയമ ഭേദഗതി ചട്ടരൂപീകരണം ജില്ലയിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ.
എല്ലാ വീടുകൾക്കും ക്രമവൽക്കരണം നടത്തണമെന്നുള്ള വ്യാജ പ്രചരണമാണ് കോൺഗ്രസും ചില മാധ്യമങ്ങളും നടത്തുന്നതെന്നും CB വർഗീസ് കുറ്റപ്പെടുത്തി. ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മന്ത്രിസഭ അംഗീകരിച്ച ചട്ടങ്ങൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും നൽകാമെന്നിരിക്കെയാണ് ചില അരാഷ്ട്രീയ സംഘടനകൾ സമരത്തിനിറങ്ങുന്നത്. പുതിയ ഭേദഗതിയിലൂടെ വിവിധ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളും സാമുദായിക സംഘടനകളുടെ കെട്ടിടങ്ങളും കോമ്പൗണ്ടിംഗ് ഫീസ് ഇല്ലാതെ ക്രമവൽക്കരിക്കപ്പെടും. ഇതുകൂടാതെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനും നിയമപരമായ സാധുത കൈവരും. ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങളും ചട്ടഭേദഗതിയിലൂടെ നിയമവിധേയമാകും. മറ്റു കെട്ടിടങ്ങളാകട്ടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലത്തിന്റെ ന്യായവില മാത്രം പരിഗണിച്ച് കോമ്പൗണ്ടിംഗ് ഫീസ് അടച്ചാൽ മതിയെന്ന തരത്തിലാണ് ചട്ടം രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ അരാഷ്ട്രീയവാദികളും കോൺഗ്രസും UDFും രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നും CB വർഗീസ് പറഞ്ഞു. ഈ രൂപത്തിൽ ഗവൺമെന്റ് ജനപക്ഷ നിലപാട് സ്വീകരിച്ച് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാത്രമേ നിലപാടെടുത്തു. മാത്രമല്ല, ഈ നിയമം കേരളത്തിന് ആകെ ബാധകമായ നിയമമാണ്. 1964-ലും 93-ലും കേരളത്തിലാകെ ബാധകമായ നിയമം ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മാത്രമായി മാറുകയല്ല, കേരളത്തിലാകെ ബാധകമാണ്. KPCC ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള സ്വാഭാവികമായ സംസ്ഥാന അടിസ്ഥാനത്തിൽ വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് KPCCയുടെ യാതൊരു പ്രതികരണം ഇല്ല. കാരണം അവർക്കറിയാം ഇത് ഏകദേശം വസ്തുതാപരമായ നിലപാടാണ്. എന്നാൽ ഇടുക്കി ജില്ലയിലെ UDF നേതൃത്വം, ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം ആരംഭിച്ചത്. നമുക്കറിയാം, കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റെ കോടതിയിൽ കൊടുത്ത കേസിനെ തുടർന്ന് സർക്കാരിനും റവന്യൂ വകുപ്പിനും എതിരായി നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി നേരിടുവാനാണ് LDFന്റെ നീക്കം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഭൂനിയമ ഭേദഗതിയിൽ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർത്ത ഇടത് സംഘടനകൾ LDF രാജാക്കാട് പഞ്ചായത്ത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഭൂനിയമ ഭേദഗതി ബിൽ അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചു. രാജാക്കാട് ടൗണിൽ നടന്ന പരിപാടി കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ നടത്തിയ ചരിത്രപരമായ നിയമനിർമ്മാണമാണെന്നും മാത്യു വർഗീസ് പറഞ്ഞു. LDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഭൂനിയമ ഭേദഗതി എന്നത്. വലിയ പ്രതിസന്ധികളെ മറികടന്ന നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്ന് പാസാക്കുകയും തുടർന്നുള്ള ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നടത്തുന്ന പ്രചാരണങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ രാജാക്കാട് ഭൂനിയമ ഭേദഗതി ബിൽ അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചത്. രാജാക്കാട് ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ചരിത്രപരമായ നിയമ ഭേദഗതിയാണ് LDF സർക്കാർ കൊണ്ടുവന്നത്. അതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കർഷക ജനതയ്ക്കാണെന്നും മാത്യു വർഗീസ് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ചരിത്രപരമായ ഒരു നിയമനിർമ്മാണം LDF സർക്കാർ നടത്തിയതുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ അഭിവാദ്യം കേരള സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി ഇന്ന് ജില്ലയിലെ 46 പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ സംയുക്ത കർഷക സമിതിയുടെ പേരിൽ അഭിവാദ്യ സദസ്സുകൾ നടത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രാജാക്കാട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയിൽ ജോളി ജോസ് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയി, ജില്ലാ കൗൺസിൽ അംഗം പ്രിൻസ് മാത്യു, മണ്ഡലം സെക്രട്ടറി KC ആലീസ, VA കുഞ്ഞുമോൻ, KK തങ്കച്ചൻ, KK തങ്കപ്പൻ, PA വിജയൻ, ഷിനു MA, വിശ്വംഭരൻ, CR രാജു, KM ജെയ്സ്, CS മനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായ അടിമാലി സ്വദേശിയാണ് KSRTC MD സസ്പെൻഡ് ചെയ്തത്. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരാതി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. കഴിഞ്ഞ 12-ന് വൈകിട്ടാണ് 45 സഞ്ചാരികളുമായി സൈറ്റ് സീൻ സർവീസിന് ശേഷം മടങ്ങിയെത്തുന്നതിനിടയിൽ ദേവികുളം ഇരച്ചൽപ്പാറയിൽ വെച്ച് KSRTC ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിച്ച ശേഷം വാഹനം പാതയോരത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകൾ സംഭവിച്ചില്ലെങ്കിലും
വാഹനത്തിന് ചില കേടുപാടുകൾ പറ്റിയിരുന്നു. അമിത വേഗതയിൽ ദിശ തെറ്റിച്ച് എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നായിരുന്നു ഡ്രൈവർ മൊഴി നൽകിയിരുന്നത്. ഇതിന് അനുകൂലമായി അടിമാലി സ്വദേശിയായ കാർ ഡ്രൈവർ തന്റെ കുഴപ്പമാണെന്ന് കാട്ടി പോലീസിലും മൊഴി നൽകിയിരുന്നു. എന്നാൽ പോലീസും വകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് ബസ് ഡ്രൈവർ സ്വയം രക്ഷപ്പെടാനായി കഥകൾ മെനഞ്ഞതായി കണ്ടെത്തുകയും അപകടം വരുത്തിവെച്ചതാണെന്നും മനസ്സിലാക്കി. ഇതേ തുടർന്നാണ് നടപടി. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം വകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പരാതി നൽകിയെന്ന് കണ്ടെത്തിയാണ് KSRTC MD ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി ചിത്രപുരത്ത് മണ്ണിടിച്ചിലുണ്ടായ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ ജോലികൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതും 2 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നുമാണ് വിവരം. സംഭവത്തിൽ റിസോർട്ട് ഉടമയുൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ തുടർ നടപടികളുമായി റവന്യൂ വകുപ്പും പോലീസും മുമ്പോട്ട് പോവുകയാണ്. ചിത്രപുരം തട്ടാത്തിമുക്കിന് സമീപമുള്ള റിസോർട്ടിനോട് ചേർന്ന് നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികൾക്കിടെയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ മണ്ണിടിച്ചിലുണ്ടായത്. റിസോർട്ടിനോട് ചേർന്ന മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മാണം നടന്നു വരികയായിരുന്നു. ഇതിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളികൾക്ക് മേലിലേക്ക് പതിച്ചു. ഏറെ സമയത്തിന് ശേഷം തൊഴിലാളികളെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത സംഭവിച്ചിട്ടുള്ളതായാണ് ഉയരുന്ന ആരോപണം. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് നടത്തിയ നിർമ്മാണ ജോലികൾക്കിടെയാണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായതും 2 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതും. ഈ വർഷം ആദ്യമായിരുന്നു റവന്യൂ വകുപ്പ് റിസോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. സംഭവത്തിൽ റിസോർട്ട് ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ തുടർ നടപടികളുമായി റവന്യൂ വകുപ്പും പോലീസും മുമ്പോട്ട് പോവുകയാണ്. വിഷയത്തിൽ റിസോർട്ട് അധികൃതരെ പ്രതികളാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. റവന്യൂ അധികൃതരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തൂവൽ പോലീസിന്റെ നടപടിയെന്നാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. സ്റ്റോപ്പ് മെമ്മോ നൽകി മാസങ്ങൾ പിന്നിടുമ്പോൾ നടന്നു വന്നിരുന്ന അനധികൃത നിർമ്മാണം റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതിനെതിരെയാണ് ആക്ഷേപമുയരുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണെടുത്തു മാറ്റുകയും സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനുള്ള കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് മണ്ണിടിച്ചിലുണ്ടാവുകയും ദാരുണമായി 2 പേർക്ക് ജീവൻ നഷ്ടമായതും. സിറ്റി വിഷൻ, അടിമാലി. നോക്കാം ഇനി ഇടുക്കിയിലെ മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന പച്ച പുതച്ച മലനിരകളിലെ ഉയർന്ന പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നൊരു പ്രകൃതി മനോഹാരിതയുടെ ദൂരക്കാഴ്ച. എത്ര മനോഹരമായിരിക്കും അത്! ഇടുക്കി അത്തരം കാഴ്ചകളുടെ ഒരു സംഗമ ഭൂമിയാണ്. എന്നാൽ അധികം സഞ്ചാരികൾ എത്താത്ത, ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മനോഹര കാഴ്ച സഞ്ചാരികൾക്കായി തുറന്നു നൽകുകയാണ് വനം വകുപ്പ്. ജില്ലാ ആസ്ഥാനത്ത് നിന്നുമാണ് മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. കാണാം ആ മനോഹര കാഴ്ച. ശാന്തമായ പ്രകൃതി, പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന മലനിരകളെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ്, അതേ കാറ്റിന്റെ താളത്തിൽ ഒഴുകിയെത്തുന്ന കോടമഞ്ഞും. പറഞ്ഞറിയിക്കാൻ കഴിയില്ല പൈനാവിലെ മൈക്രോവേവ് വ്യൂ പോയിന്റിലെ കാഴ്ചകളുടെ മനോഹാരിത എത്രത്തോളമെന്ന്. അത് ആസ്വദിച്ച് തന്നെ അറിയണം. വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തികച്ചും പ്രകൃതി സൗഹൃദമായ ടൂറിസം പദ്ധതി ഇവിടെ സഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നത്. മറ്റൊരിടത്തും ഇത്രയും ദൂരക്കാഴ്ചയുടെ അനുഭവം ലഭിക്കുമോ എന്നതും സംശയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാമിന്റെ വിശാലമായ ജലാശയം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഉൾപ്പെടെയുള്ള ചൊക്രമുടി, പാൽക്കുളംമേട്, തോപ്രാംകുടി, ഉദയഗിരി മലനിരകളുടെ വർണ്ണാതീതമായ കാഴ്ചകളും മലമുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയും. പ്രശസ്തമായ കാൽവരി മൗണ്ട് മലനിരകൾ തുടങ്ങിയവ ഈ സ്ഥലത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഗ്യാപ് റോഡ്, പള്ളിവാസൽ, വെള്ളത്തൂവൽ സർജ്, പൂപ്പാറ, കള്ളിപ്പാറ തുടങ്ങിയ പ്രശസ്തമായ മിക്കയിടങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും.
രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന നിരക്ക്. സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും വനംവകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വേലികളും നിർമ്മിച്ചു. 15 പേരടങ്ങിയ ജീവനക്കാരുടെ സംഘമാണ് ഈ സ്ഥലം പരിപാലിക്കുന്നത്. അവരിൽ 3 പേർ വീതം ഓരോ ദിവസവും സഞ്ചാരികളെ സഹായിക്കാൻ ഇവിടെ ഉണ്ടാകും. തൊടുപുഴ ചെറുതോണി സംസ്ഥാന പാതയിൽ കുയിലിമല സിവിൽ സ്റ്റേഷനും പൈനാവിനും ഇടയിലുള്ള ജില്ലാ പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ EMRS സ്കൂളിന്റെയും കേന്ദ്രീയ വിദ്യാലയത്തിന്റെയും ഇടയിലുള്ള ഓഫ് റോഡിനെ അനുസ്മരിപ്പിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഈ മനോഹരമായ സ്ഥലത്തെത്തി ആസ്വദിക്കാം. സിറ്റി വിഷൻ ഇടുക്കി. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങുക. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇടമലക്കുടിയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമായി ഇടമലക്കുടിയിലെ ജനപ്രതിനിധികളും കുടിനിവാസികളും രംഗത്ത്. പ്രശ്നപരിഹാരത്തിന് ഇടമലക്കുടിക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ആവശ്യപ്പെട്ടു.
സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയെ വികസനത്തിലേക്ക് നയിക്കുന്നുവെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തമാക്കുമ്പോഴും അടിസ്ഥാന വികസനത്തിന്റെ പ്രധാന ഘടകമായ റോഡ് വികസനം ഇന്നും ഇടമലക്കുടിക്ക് അന്യമാണ്. രോഗികളെയും ഗർഭിണികളെയും അടക്കം തുണിയിൽ കെട്ടി ചുമക്കുന്ന നേർക്കാഴ്ചകൾ നിരവധി തവണ പുറത്തു വന്നിട്ടുണ്ട്. റോഡില്ലാത്തതിനാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ കാട്ടുപാതയിൽ യുവതി പ്രസവിക്കുകയും രോഗി മരിക്കുകയും അടക്കം നിരവധി സംഭവങ്ങളുണ്ടായി. പ്രതിഷേധത്തെ തുടർന്ന് റോഡ് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന MLA A. രാജയടക്കം വ്യക്തമാക്കിയെങ്കിലും പഞ്ചായത്തിലെ 26 ഉന്നതികളിലേക്കും റോഡ് ഗതാഗതം ഉണ്ടാവണമെന്നും ഇതിനായി ഇടമലക്കുടി പഞ്ചായത്തിന് പ്രത്യേക പരിഗണന വേണമെന്നുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ ആവശ്യപ്പെടുന്നത്. ഇടമലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് അനുവദിച്ചു വരേണ്ടത് റോഡാണ്. എല്ലാ കുടികളിലേക്കും 26 കുടികളുണ്ട്. 26 കുടികളിലേക്കും റോഡ് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ഇടമലക്കുടി പഞ്ചായത്തിൻ്റെ അതിരാണ് മാങ്കുളം പഞ്ചായത്ത്. ആ ഭാഗത്തേക്കും റോഡ് തുറന്നു കിട്ടേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ അത്യാവശ്യ ഘടകമാണ്. ആ വഴിയിലേക്കൂടെ ആ സൈഡ് കാറുകൾ ആ വഴിയിലൂടെ കുറേ രോഗികളെ ചുമന്നും പോകുന്നുണ്ട്. ചുമന്നു പോകുന്നതിനിടെ നേരത്തെ തന്നെ ആശുപത്രിക്ക് എത്താൻ കഴിയാതെ വഴിക്ക് വെച്ച് ഒരു മരണം പോലെ സംഭവിച്ചിട്ടുണ്ട്. റോഡില്ലാത്തതിനാൽ തങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങളും പറയുന്നു. റോഡ് പണി ശരിയാകുന്നതാണ് നല്ലത്. രോഗികൾ ഞങ്ങളെ ചോദിച്ചു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇടമലക്കുടി പഞ്ചായത്തിലെ 26 ഉന്നതികളിലേക്ക് റോഡ് ഗതാഗതം സാധ്യമാക്കുന്നതിനൊപ്പം മാങ്കുളം പഞ്ചായത്തുമായി ഉന്നതിയെ ബന്ധിപ്പിക്കുന്ന റോഡും സാധ്യമാക്കണമെന്നതാണ് ജനപ്രതിനിധികളുടെയും ആദിവാസി കുടുംബങ്ങളുടെയും ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങളായി മാറുകയും ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആകാശ കാഴ്ചകൾ തേടി 70കാരി നടത്തിയ സാഹസിക യാത്രയുടെ വിശേഷങ്ങളാണത്. ഇടുക്കിയുടെ ഉൾഗ്രാമമായ കൊന്നത്തടിയിൽ നിന്നും ദുബായിലെത്തി സ്കൈ ഡൈവിംഗ് നടത്തി 70കാരിയായ ലീലാമ്മ ഇപ്പോൾ മലയോരത്തിനും ഒരു അഭിമാനമാണ്. കൊന്നത്തടി സ്വദേശി ലീലയാണ് പ്രായത്തെ വെല്ലുവിളിച്ച് തന്റെ സ്വപ്നം നേടിയെടുത്തത്. ദുബായിൽ ജോലി ചെയ്യുന്ന മകനും കുടുംബത്തിനുമൊപ്പം കുറച്ചു ദിവസം ചെലവഴിക്കാൻ എത്തിയപ്പോഴാണ് സ്കൈ ഡൈവിംഗ് നടത്തിയാൽ കൊള്ളാമെന്ന ആഗ്രഹം ലീല ഇവരുമായി പങ്കുവെച്ചത്. ആഗ്രഹം ബാലുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ ചോദിച്ചു, ഇതന്നെ അമ്മച്ചി ഇപ്പം എങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല അമ്മച്ചിക്ക് ചാടാൻ വല്ല ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാടിച്ചാൽ ഞാൻ ചാടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ചുമ്മാ പറഞ്ഞാണോ അത് വെറുതെ ആണോ എന്ന് പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലടാ എനിക്ക് ചാടണമെന്ന് ഒരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ അത് കേട്ടുകൊണ്ട് പറഞ്ഞു, ആഗ്രഹമുള്ള കാര്യമേ പറയുള്ളൂ, അല്ലാത്ത കാര്യമൊന്നും അമ്മച്ചി പറയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മച്ചി ചാടിക്കോ, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മയുടെ ആഗ്രഹം സാധിച്ചു നൽകാൻ മകനൊപ്പം ചേർന്നു. ഇതോടെ നടപടികളെല്ലാം വേഗത്തിലായി. ചെറുവിമാനത്തിൽ കയറി ചെറുപ്പക്കാരായ മറ്റ് യാത്രികർക്കൊപ്പം 70കാരിയും ആകാശത്തു നിന്നും താഴേക്ക് ചാടി. I've tried every possibility to know if I can bleed. If that's what you wanted. 13,000 അടി ഉയരത്തിൽ നിന്നുമാണ് ലീല സ്കൈ ഡൈവിംഗ് നടത്തിയത്. ഒപ്പമുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്കും സ്കൈ ഡൈവിംഗിന് സഹായം നൽകുന്ന ടീമിനും ലീലയുടെ ആഗ്രഹം ആശ്ചര്യപ്പെടുത്തി. എന്നാൽ പുഞ്ചിരിയോടെ ലീല വിമാനത്തിൽ നിന്നും സഹായിയോടൊപ്പം താഴേക്ക് കുതിച്ചു. നഗരത്തിന്റെ ആകാശത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പാരച്യൂട്ടിന്റെ സഹായത്തോടെ ഒടുവിൽ കാൽ നിലം തൊട്ടു. മകനും കുടുംബവും നൽകിയ പിന്തുണ ലീലയ്ക്ക് ഇരട്ടി ധൈര്യമാണ് നൽകിയത്. ഇനി കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടി ഗിന്നസ് ബുക്കോളം ഉയരത്തിൽ ഇടം പിടിക്കുവാനാണ് ഇവരുടെ ആഗ്രഹം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വന്തം വീട്ടിൽ കയറാനും താമസിക്കാനും കോടതി ഉത്തരവ് നൽകിയിട്ടും ഇത് നടപ്പിലാക്കാൻ പോലീസ് മുൻകൈയെടുക്കാത്തത് കാരണം പെരുവഴിയിലായി അമ്മയും മകളും. വാഗമൺ കോലാഹലമേട്ടിൽ പട്ടക്കുന്നേൽ വീട്ടിൽ പരേതനായ കുഞ്ഞിൻ്റെയും ഭാര്യ ലക്ഷ്മിയും മകൾ സാജനുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്.
പിതാവ് മരണപ്പെടും മുമ്പ് നൽകിയ 8 സെന്റ് ഭൂമിയിലെ വീട്ടിൽ മൂത്ത സഹോദരിയും ഭർത്താവും എത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് സാജന പറയുന്നു. മൂത്ത സഹോദരിയും ഭർത്താവും നിരന്തരം അക്രമവും വധഭീഷണിയും അപവാദ പ്രചരണങ്ങളും നടത്തുന്നതായും മാതാവ് ലക്ഷ്മിയെ മർദ്ദിച്ച് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായും സാജന പറയുന്നു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എന്തിനാ അടിച്ചെന്ന് ചോദിക്കാൻ പോയത്. അന്ന് രാവിലെ മുതൽ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് ചേച്ചി ആണ് ഈ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് വരുമോ എന്ന് ചോദിക്കാൻ വരുമോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അകത്തോട് കയറുമ്പോൾ ഞാൻ ഗ്യാസ് സിലിണ്ടർ പൊടിച്ച് നിങ്ങൾ കൊല്ലുന്നു എന്ന് പോലീസിനോട് ഡയറക്റ്റായിട്ട് അവർ പറയുന്നത്. അവർ വന്ന സാർ നൗഷാദ് സാറും വേറൊരു 3 പോലീസുണ്ട്, ASI സാറുണ്ടായിരുന്നു, ശ്യാം സാർ, അതുകൂടാതെ 2 ലേഡി പോലീസും ഉണ്ടായിരുന്നു. അവരോടൊക്കെ വളരെ മോശമായിട്ടാണ് ചേച്ചി സംസാരിച്ചത്. പിതാവ് മൂത്ത സഹോദരിക്ക് 10 സെന്റും സാജനയ്ക്ക് 8 സെന്റ് ഭൂമിയുമാണ് നൽകിയത്. ഇതിൽ മൂത്ത സഹോദരി കിട്ടിയ 10 സെന്റ് സ്ഥലം വിറ്റ ശേഷമാണ് സാജനയുടെ വീട്ടിൽ താമസത്തിനായി എത്തിയത്. അധ്യാപികയായ സാജന ജോലിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ ഉള്ളപ്പോഴാണ് സഹോദരിയും ഭർത്താവും മക്കളും സാജനയുടെ വീട്ടിൽ താമസത്തിനെത്തിയത്. പിന്നീട് വീട് സ്വന്തമാക്കാനും സമീപത്തെ 2 ഏക്കർ സ്ഥലം കയ്യേറാനും ശ്രമം നടത്തി. അച്ഛന് തീരെ വയ്യാതാകുന്നവരൊരു വെയിറ്റ് ചെയ്ത ശേഷം അതേ വർഷം ജൂലൈയിൽ അച്ഛനെ കൊണ്ട് പറഞ്ഞു, ഇതുപോലെ അഡ്വക്കേറ്റ് പറഞ്ഞാണ് പവർ ഓഫ് അറ്റോർണി വേണമെന്ന് പറഞ്ഞ് അച്ഛനെ അപ്പത്തൊന്നും അച്ഛനറിയാം, അച്ഛൻ അത്ര എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പോൾ അച്ഛനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ചു ബ്ലാങ്ക് പത്രത്തിൽ. ആ പത്രത്തിലാണ് ഒരു 2 ഏക്കർ സ്ഥലം അതിൽ 81 സെന്റ് വസ്തു, അത് കൃത്യമായിട്ട് നമുക്ക് വസ്തുവും എഴുതിക്കുന്നത്. ആ വസ്തു നിനക്കും നിന്റെ മക്കളോട് ഇഷ്ടത്തിൽ എഴുതി. അതിനകത്ത് വെച്ചിരിക്കുന്ന അതിര് തനതുവക വസ്തു 8.5 സെന്റ് സ്ഥലവും വീടും. അതാണ് ഇപ്പം ഞാൻ പറയുന്നത്. അതായത് അതിർത്തിയിലുള്ള വീടാണെങ്കിലും ഈ പറയുന്ന 81.6 എന്ന് പറയുന്നത് ഈ ഓൾറെഡി നമുക്ക് കുളത്തിനാൽ ജോസ് എന്ന് പറഞ്ഞാൽ അത് വിറ്റ സ്ഥലം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടുംബ സ്വത്തായിരുന്ന ഭൂമി പാലാ സ്വദേശിക്ക് വിൽപ്പന നടത്തിയിരുന്നു. ഈ ഭൂമി കയ്യേറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിന് സമീപത്തെ 8 സെന്റ് സ്ഥലവും വീടും കൈവശപ്പെടുത്തുന്നതെന്നും സാജനയും മാതാവ് ലക്ഷ്മിയും മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച സഹോദരി പിന്നീട് ഭർത്താവും ഒന്നിച്ച് സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമൂലം 3 ലക്ഷത്തോളം രൂപയും 8 പവൻ സ്വർണവും ഇവർ വാങ്ങിയെടുത്തതായും പിന്നീട് പിതാവിന്റെ മരണത്തിന് ശേഷം സാജന സ്വന്തമായി പണിത വീട്ടിൽ കയറി താമസിച്ച് ആക്രമണം നടത്തുകയുമെന്നുമാണ് മാതാവ് ലക്ഷ്മി പറയുന്നത്. സഹോദരിയും ഭർത്താവും ഇവർക്ക് പിൻബലമായി വാഗമണിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് ആസൂത്രണം നടത്തിയാണ് കഴിഞ്ഞ ജൂലൈയിൽ മാതാവിനെയും തന്നെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നും വീട് കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ വാഗമണ്ണിലെ കയ്യേറ്റ മാഫിയയിൽപ്പെട്ട സംഘമാണെന്നും ഇവർ ആരോപിക്കുന്നു. സ്വന്തം വീട്ടിൽ നിന്നും മർദ്ദിച്ചു പുറത്താക്കിയതിനെ തുടർന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ഇരുവരെയും വീട്ടിൽ പ്രവേശിപ്പിക്കുവാനും താമസിപ്പിക്കുവാനും പോലീസ് മുൻകൈയെടുക്കണമെന്ന കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും സാജനയും മാതാവ് ലക്ഷ്മിയും പറയുന്നു. സിറ്റി വിഷൻ, കുമളി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയതിലും വോട്ടർ പട്ടികയിലും അട്ടിമറി നടത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. വാർഡ് വിഭജനം സംബന്ധിച്ച കരട് വിജ്ഞാപനം വന്നപ്പോൾ പരാതി നൽകിയെന്നും പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയത് ഇത് പരിഹരിക്കാതെയാണെന്നും അതിരുകൾ തിരിച്ചതനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റി പേർ ചേർക്കേണ്ട വോട്ടുകൾ മാറ്റിയിട്ടില്ലെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിന്റെയും 14-ാം വാർഡിന്റെയും അതിർത്തികൾ തമ്മിലുള്ള വ്യത്യാസം പരാതി നൽകിയിട്ടും പരിഹരിച്ചില്ലെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതുമൂലം കുറച്ചു വീടുകൾ 2 വാർഡിലും ഉൾപ്പെടും. 1-ാം വാർഡിന്റെ തെക്കേ അതിരും 14-ാം വാർഡിന്റെ വടക്കേ അതിരും ഒന്നാകേണ്ടതിന് പകരം അതിരുകൾ 2 അന്തിമ വിജ്ഞാപന പ്രകാരമുള്ള 14-ാം വാർഡിന്റെ അതിരുവെച്ച് വോട്ടർ പട്ടിക ക്രമീകരിക്കണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനം തന്നെ അശാസ്ത്രീയമാണ്. കരട് വിജ്ഞാപനം വന്നപ്പോൾ തന്നെ രേഖാമൂലം ആക്ഷേപം ഉന്നയിച്ചിരുന്നതാണ്. ഹിയറിംഗിന് മേലുദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഓരോ വാർഡിൻ്റെ പരാതിയും പരിശോധിക്കുകയും അത് നമ്മുടെ ആക്ഷേപം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ അന്തിമ വിജ്ഞാപനം വന്നപ്പോൾ 1-ാം വാർഡിൻ്റെയും 14-ാം വാർഡിൻ്റെയും അതിരുകൾ തമ്മിലുള്ള വ്യത്യാസം പരിഹരിച്ചില്ല. ഇതുമൂലം കുറച്ച് വീടുകൾ 2 വാർഡിലും ഉൾപ്പെടും. വോട്ടർ പട്ടികയിൽ പല വാർഡുകളിലെയും അതിർത്തിക്കുള്ളിൽ മറ്റു പല വാർഡുകളിലുള്ള വോട്ടർമാർ ഉൾപ്പെടുകയും വാർഡിലുള്ള പല വോട്ടർമാരും വാർഡിന് പുറത്താകുകയും ചെയ്തുവെന്നാണ് മറ്റൊരാക്ഷേപം. അതിരു മാറിക്കിടക്കുന്ന വോട്ടുകൾ ക്രമപ്പെടുത്തുന്നതിന് EROയ്ക്ക് അനുമതി നൽകിയുള്ള ഉത്തരവുണ്ട്. എന്നാൽ 11-ാം വാർഡിൽ നിന്നും 7-ാം വാർഡിലേക്ക് മാറ്റേണ്ട 48 വോട്ടുകൾ 14-ാം വാർഡിൽ നിലനിർത്തുകയും 7-ാം വാർഡിന്റെ അതിർത്തിക്ക് പുറത്തുള്ള 11-ാം വാർഡിലെ 102 വോട്ടുകൾ 7-ാം വാർഡിലും നിലനിർത്തി. 11-ാം വാർഡിലുള്ള 7-ാം വാർഡിലെ വോട്ടുകൾ LDF വോട്ടുകളാണെന്നും 11-ാം വാർഡിലേക്ക് വരേണ്ട 102 വോട്ടുകളിൽ 90% UDFിൻ്റെതാണ്. LDFന് വാർഡ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ മകളെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും വോട്ട് വിട്ട് നീക്കം ചെയ്തിരിക്കുകയാണ്. 2 മാസമായുള്ളൂ അവർ വീട് വിറ്റ് വാടകയ്ക്ക് താമസിക്കുന്നു. എങ്കിലും അവരുടെ സ്ഥലവും ബാക്കി കാര്യങ്ങളും 8-ാം വാർഡിൽ തന്നെ ഉള്ളതാണ്.
ഇവർ മറ്റൊരു സ്ഥലത്ത് വോട്ട് ചേർത്തിട്ടില്ല, ചേർക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വെട്ടി നീക്കിയെന്നുള്ളത് അറിയില്ല. CPM-ൻ്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറി വർഷങ്ങളായി രാജാക്കാടാണ് സ്ഥിരതാമസം. ടി കക്ഷിക്കും 1-ാം വാർഡിൽ 307-ാം നമ്പർ വോട്ടാണ്. അപ്പോൾ ഇങ്ങനെ അന്യ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ നടത്തിയിരിക്കുന്ന തിരിമറികൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും ജോയിന്റ് ഡയറക്ടർ, ജില്ലാ കളക്ടർ, ഇലക്ഷൻ കമ്മീഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട്. നീതി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMSന്റെ നേതൃത്വത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പദയാത്ര നടത്തി. കട്ടപ്പന പാറക്കടവിൽ നിന്നും രാവിലെ 10 മണിക്ക് ആരംഭിച്ച പദയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടറി KC സനീഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം തടയുക, ക്ഷേമനിധി, ക്ഷേമ പെൻഷൻ 6000 രൂപയായി വർദ്ധിപ്പിക്കുക, മിനിമം വേതനം 27,900 രൂപയായി ഉയർത്തുക, മണൽ വാരൽ പുനരാരംഭിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക, ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങി 25ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന പാറക്കടവിൽ നിന്നും ആരംഭിച്ച പദയാത്ര BMS ജില്ലാ സെക്രട്ടറി KC സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൊണ്ട് ജനം പൊറുതിമുട്ടുകയാണ്. അന്ന് അരിയുടെ വില 27 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 9 വർഷക്കാലം പിന്നിടുമ്പോൾ 50-നും 57 രൂപ അരിയുടെ വില. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില, പച്ചക്കറിയുടെ വില. ഒക്ടോബർ 14 വരെയാണ് പദയാത്രകൾ നടത്തുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷൻ വാർഡുകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന പദയാത്രകളാണ് നടത്തുന്നത്. തുടർന്ന് മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർച്ചും സംഘടിപ്പിക്കും. ജാഥ ക്യാപ്റ്റൻ ഷിജു KR, ജാഥ മാനേജർ സുധീഷ് S, മേഖലാ സെക്രട്ടറി PP ഷാജി, VT ശ്രീകുമാർ, KR രാജൻ, R പ്രസാദ്, ജിൻസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 5 മണിയോടെ പദയാത്ര കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2023 പട്ടയ നിയമ ഭേദഗതി കേരളത്തെയാകെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. സെക്രട്ടേറിയറ്റ് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി വ്യാപാരികൾ. ഭൂനിയമ ഭേദഗതി ചട്ടരൂപീകരണം ജില്ലയിലെ വ്യാപാരികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ. കോൺഗ്രസും ചില മാധ്യമങ്ങളും വ്യാജ പ്രചാരണം നടത്തുന്നു. KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ ഡിപ്പോയിലെ ഡ്രൈവറായ അടിമാലി സ്വദേശിയെയാണ് KSRTC MD സസ്പെൻഡ് ചെയ്തത്. അടിമാലി ചിത്തിരപെരുത്ത മണ്ണിടിച്ചിലുണ്ടായ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിരുന്ന നിർമ്മാണ ജോലികളിൽ വലിയ അപാകത. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചു നടത്തിയ നിർമ്മാണ ജോലികൾക്കിടെയാണ് മണ്ണിടിച്ചിലിൽ 2 തൊഴിലാളികൾ മരണപ്പെട്ടത്.